പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു തീയലാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ട തേങ്ങ ആദ്യം വറുത്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തേങ്ങ വറുത്തെടുക്കാം. ആദ്യം 2 കപ്പ് തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയില്ലാതെയാണ് തേങ്ങ വറുത്തെടുക്കാൻ പോകുന്നത്. ഒരു 12 ഉണക്കമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവനായുള്ള മല്ലിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കറിവേപ്പില, ഒരു പിടി കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്തിട്ട് വേണം തേങ്ങ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി ചട്ടി അടുപ്പിൽ വെക്കുക. ഇനി നമുക്കിതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും ഒരു സവാളയും ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി 1 കപ്പ് ചെറിയ ഉള്ളിയും 1 കപ്പ് ചെറിയ ഉള്ളിയും 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ചെറുതായി അരിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക്, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കൂടിയിട്ട് എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. വറുത്ത് വെച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചതാണ്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് വരണം. തേങ്ങ അരച്ചൊഴിച്ചത് കൊണ്ട് നമുക്ക് അത് നല്ല തിക്കായി വരും. അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കൂട്ട് നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോ ചെമ്മീനാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഒരു 800 ഗ്രാമോളം ഉണ്ടാവും. ചെറിയ ചെമ്മീനാണ് കേട്ടോ. അതാണ് തീയൽ വെക്കാൻ ടേസ്റ്റ്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെമ്മീനൊക്കെ അവിടെ അതിൽ കിടന്ന് നല്ലവണ്ണം വെന്ത് കിട്ടണം. കറി നല്ലവണ്ണം ഇനി കുറുകി കിട്ടണം. ചെമ്മീൻ ഇനി വെന്ത് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നല്ലവണ്ണം ഇതൊന്ന് കുറുകണം. ഇനിയിപ്പോൾ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ കുറുക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഇപ്പം നല്ലവണ്ണം തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ തൂക്കി കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ ആദ്യം എണ്ണ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് തൂക്കി കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തൂക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.